ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അതായത് ബർത്ത്ഡേ ഗേൾ. ഞാനപ്പോൾ ഇന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. അറിയാമോ ട്രിവാൻഡ്രത്തേക്ക് പോകുന്നത് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കണം. ഇന്ന് ഡേറ്റ് 11. അപ്പോൾ ഇന്ന് കാവടിയുണ്ട്, കാവടിക്ക് വേണ്ടി അങ്ങോട്ട് പോവാണ്. അപ്പം അങ്ങോട്ട് പോകണം. 11 അരക്ക് വരുന്ന ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ചേച്ചി താത്ത പോറ്റരാ. നമ്മൾ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. കുട്ടപ്പനെ കൊണ്ടാക്കി. ശരി, നാളെ കാണാം. ഞാൻ നേരെ ഞങ്ങളുടെ ഇന്ന് അവിടെ കൗണ്ടറിൽ നിന്ന് സ്ലീപ്പർ ടിക്കറ്റ് എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. എങ്കിലും വി ക്യാൻ ട്രൈ. ഇല്ലെന്നുണ്ടെങ്കിൽ നേരെ അകത്ത് കയറുക, ടിറ്റിആറിനെ കാണുക, എടുക്കുക. ഞാൻ തന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ടില്ലേ. അങ്ങനെ നമുക്ക് സ്ലീപ്പർ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. 11:30 എത്തുന്ന ട്രെയിനാണ്, ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ ട്രെയിനകത്ത് കയറിയിട്ട് ഞാൻ വരാം. സ്ലീപ്പർ ടിക്കറ്റ് കിട്ടിയാൽ ഏതെങ്കിലും അപ്പർ ബർത്തേക്ക് കയറുക, കിടന്നുറങ്ങുക. ഇതാണ് മെയിൻ പരിപാടി. അല്ലാണ്ട് ട്രെയിനകത്തുള്ള ഇതൊന്നും കിടത്തുന്നില്ല. ട്രെയിനകത്ത് കിടന്നുറങ്ങുന്ന സുഖം എന്ന് പറയുമ്പോൾ കിട്ടുന്ന സുഖമാണ് കേട്ടോ. നല്ല കിട്ടുന്നതായിട്ട് ഉറങ്ങാൻ പറ്റും. ഇനി ട്രിവാൻഡ്രം എത്തിയിട്ടേ മിക്കവാറും ഇരിക്കത്തുള്ളൂ. ഓക്കെ, ഞാൻ ട്രെയിൻ വന്നിട്ടൊക്കെ അകത്ത് കയറി സെറ്റായിട്ടൊക്കെ വരാം. വെയിറ്റിംഗ് ഫോർ ലോങ് ടൈം. ഞാൻ വേറൊരു കാര്യം കാണിക്കാൻ പറഞ്ഞത്, എൻ്റെ ഈ ബാഗിനകത്ത് ഒരു ഷർട്ട്, പെർഫ്യൂം, ചാർജർ, ഹെഡ്സെറ്റ്, മൈക്ക് ഇതെല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ ഈ ബാഗിൽ പോകുന്നത്. ഞാൻ എന്തായാലും ഈ ബാഗ് മാറ്റാൻ ചെറിയ പ്ലാനുണ്ട്. 1-2 ബാക്ക് പാക്ക് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അജിയോന്നൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. ഉടനെ നമ്മൾ എടുക്കുന്നതാണ്. എടുക്കുമ്പോൾ ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ ടാഗിലില്ല. സെറ്റാക്കി നോക്കണം. നിങ്ങളെ അഭിപ്രായം പറയാം കേട്ടോ. പുതിയ ബാഗ് എടുത്തിച്ചാൽ ഈ ബാഗ് എന്തായാലും മാറ്റണം. ഇതിനകത്ത് എന്തായാലും ഇത്രയും സാധനമൊന്നും കൊള്ളത്തില്ല. നമ്മളിപ്പം അടുത്ത ദിവസം പിന്നെ ഇപ്പം ഒന്നുകൂടെ ട്രിവാൻഡ്രം പോകുന്നുണ്ട്. അപ്പം കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകേണ്ടി വരും. 2 ദിവസം പരിപാടിയാണ്. അപ്പോൾ അതിനെന്തായാലും കുറച്ച് സാധനം കൊണ്ടുകൊണ്ടിരിക്കും. അന്ന് എന്തായാലും ബാഗ് വാങ്ങിച്ചാൽ പറ്റത്തുള്ളൂ. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നല്ല ചൂടായിരിക്കും. പൊള്ളി നാശമാകുമെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിലാണ് നമ്മൾ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ് കയറുന്നത്. ഇനി എന്തായാലും ട്രെയിനകത്ത് കയറിയിട്ട് കയറാം. മൊത്തം AC കോച്ചാണ് കേട്ടോ കൂടുതലും. സൂപ്പർ ഫാസ്റ്റ് എന്തോ ആയതുകൊണ്ട്. സ്ലീപ്പർ എവിടെയൊന്നുണ്ടോ? സ്ലീപ്പർ എവിടെ? ഇവിടെയൊക്കെ സ്ലീപ്പർ പോലും കാണാനില്ല. ഓ, അങ്ങ് അറ്റത്താന്ന് തോന്നുന്നു സ്ലീപ്പർ. ഇപ്പം ഇവിടെ ചവിട്ട്. മുതുക്ക് വെയിലും അതിൻ്റെ അങ്ങ് അറ്റത്ത് കൊണ്ട് സ്ലീപ്പർ. വരുന്ന സ്ലീപ്പറാണോ? യെസ്, ഇവിടെ ചവിട്ട്. എനിക്ക് കയറാണ്. ഇവിടെ ചവിട്ടിയാൽ മതി. ഇവിടെ ചവിട്ട് സ്ലീപ്പർ. സ്ലീപ്പർ ചവിട്ടിയിരിക്കുകയാണ്. ഇവിടെ തിരക്കുറവാണ്. ഇവിടെ എല്ലാണ് സൈക്കിളിലൊക്കെ. ഇവിടെ തിരക്കുറവാണ്. എവിടെയും കയറാം. ട്രെയിൻ വന്ന് നിന്ന് അപ്പത്തിൻ്റെ അടുത്ത് വന്ന് നിന്നതായ എടുത്തത് ഒരുമിച്ചായിരുന്നു. ഞാനതിൻ്റെ സൈഡിൽ ലോവർ ബർത്തിൽ കയറിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന് അപ്പർ ബർത്തിൽ കയറി കിടന്നു. ഇങ്ങനെയുണ്ട്. നമുക്കിനി എന്തായാലും അവിടെ ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ ചെണ്ടമുളക്കെന്ന് പറഞ്ഞാൽ വേറെ വൈബാണ് കേട്ടോ. രക്ഷയില്ല എൻ്റെ പൊന്നോ. അവിടെ ഇപ്രാവശ്യം നിറച്ച ആൾ കാണും മിക്കവാറും. ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംവിധാനം എന്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് കാര്യത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ തട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും പൊളിയായിരിക്കും ഇപ്രാവശ്യം. വേറെ റേഞ്ച് നിൽക്കും പരിപാടി ഇന്നത്തെ ഇപ്രാവശ്യത്തെ. അതിനൊക്കെ ചെണ്ടമുളക് കഴിയുമ്പോൾ നമുക്ക് തന്നെ തുള്ളാൻ കിടന്നുണ്ട്. ഇമാര് വേറെ റേഞ്ച് പരിപാടിയത്. ഭയങ്കര വൈബാണ് കേട്ടോ. അത് വേറൊരു വൈബാണ് നമ്മുടെ ഈ ഉത്സവത്തിന്. അതൊരു ഉത്സവമായിട്ടാണ് കണക്ക് കാവടി എന്ന് പറയുമ്പോൾ. നമ്മളിവിടെ ഹരിപ്പാടില്ല, ഹരിപ്പാട് അമ്പലത്തിലാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വരുന്നത്. അയ്യോ, രക്ഷയില്ല. അത് നിറച്ചാണ് ആൾക്കാർ. കുറേ പ്രാവശ്യം ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കാറുണ്ട്, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല. എന്തെങ്കിലും പോകാൻ പറ്റിയാൽ പോകണം അവിടെ. ഞാൻ ട്രെയിൻ ഇറങ്ങിയിട്ട് പെട്ടെന്ന് ചടപടെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2:30 തന്നെ ട്രെയിൻ എത്തിയപ്പോഴത്തേക്ക് 3 മണിയൊക്കെ കഴിഞ്ഞ്. അത് കാരണം പടപടേന്ന് പറഞ്ഞ് ഓടിപ്പോകുന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ പിന്നെ വ്ലോഗിൻ്റെ കാര്യം ഓർത്തത്. അപ്പോൾ എന്തായാലും നമ്മളവിടെ എത്തിയിട്ടുണ്ട്, ഓഫീസിനോട് എത്തിയിട്ടുണ്ട്. ഇനി അവിടെ പോയി എന്താണ് എങ്ങനെ പരിപാടി എന്നൊക്കെ പ്ലാൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ മാറി ഫ്രഷ് ആയിട്ടൊക്കെ ഞാൻ വൈകുന്നേരം വരാം. ഓക്കെ, വന്ന് കുളിച്ച് ഫ്രഷായി എല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ ഫുൾ ഔട്ട്ലുക്കും പൊട്ടത്തി വരേണ്ട ഒരു ട്രഡീഷണൽ, അതായത് ഒരു അമ്പലവാസി ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അപ്പുറത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട പോലെ നമ്മൾ അപ്പുറത്താണ് കളം വരയ്ക്കുന്നത്. ഈ കാവടികൾ അഗ്നി കൂട്ടുന്ന സംഭവമൊക്കെ അപ്പുറത്ത് കരിയെന്ന് പറഞ്ഞ അമ്പലത്തിൽ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോത്തിൽ കണ്ട പോലെ അപ്പുറത്ത് അമ്പലത്തിലാണ്. അപ്പം ജോബിയും സന്ധ്യയും കൂടെ ഓൾറെഡി ഫ്രണ്ടേ പോയി, മുതലാളിയും പോയി. ഇനിയിപ്പോൾ ഞാനും നിതിനും കൂടെ പുറകെ പോകും. നമ്മളായിരിക്കും ഓടുകയാണെന്ന് വീഡിയോ എടുപ്പോൾ അതൊക്കെ ആയിരിക്കും. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ വ്ലോഗ് എടുക്കാൻ നോക്കാം. അപ്പം സെറ്റായിരിക്കും പരിപാടി. വൈകുന്നേരം പരിപാടി വേറെ ലെവലായിരിക്കും. അവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സംഭവം കാണുന്നില്ല. അതൊക്കെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ കാണിച്ചു തരാം.
ഇപ്പം നമ്മൾ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് എൻ്റെ ലുക്ക് സെറ്റായിട്ടില്ലേ? അപ്പം എങ്ങനെയാണെന്ന് പറയാൻ കേട്ടോ, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എന്തെങ്കിലും അങ്ങോട്ട് പോകാം. നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഓൾറെഡി ചടങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞിരുന്നു. ഇതെന്താ സംഭവം എന്ന് എനിക്കറിയാം. എന്തോ ഒരു വാക്കുണ്ടായിരുന്നു ഇതിന് പറയുന്നത്, ചടങ്ങിനെ പറയുന്നൊരു പേരെന്താ ഉണ്ടായിരുന്നു, അതിനെ കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിപ്പെടുന്നത് എല്ലാം അതായത് അഗ്നിക്കാവളി എടുക്കുന്ന എല്ലാവരും അതിൻ്റെ കൂടെ നിന്ന് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ചടങ്ങും കാര്യങ്ങൾ നടത്തുന്നത്. അപ്പം ഈ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പുറകിരിക്കുന്ന വിറകും കാര്യങ്ങളുണ്ട്. ഈ വിറകും കാര്യങ്ങളെല്ലാം ഓരോരുത്തരോരുത്തർ വെച്ചിട്ടും മറ്റു കാര്യങ്ങൾ ചെയ്തിട്ട് അഗ്നിക്ക് തീ കൊളുത്തുന്നത്. അതായത് ഇവിടുന്ന് അഗ്നിക്ക് തീ കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മറ്റേ ചെല്ലമംഗലം അമ്പലത്തിന് പോകുന്നത്. ഇതിപ്പം അഗ്നി കത്തിക്കാനുള്ള തടിയെല്ലാം കൂടി വെച്ച് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ എല്ലാവരും ഓരോരുത്തരോരുത്തർ വെച്ചെല്ലാം കഴിഞ്ഞ് എല്ലാം സെറ്റപ്പ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് കുറച്ച് കത്തിയും കൂടെ അടുക്കാൻ നമ്മളിപ്പം ഈ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കണം. ഈ ഡിസ്റ്റൻസിൽ നിൽക്കാൻ പോലും പറ്റില്ല, ഒട്ടുക്കത്തെ ചൂടായിരിക്കും. ആദ്യമായി കത്തി തുടങ്ങിയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഞാനും ജോബി നിതിനും കൂടെ കട്ടയ്ക്ക് ചൂട്ടിക്കൊണ്ടിരിക്കുക. നിതിൻ ജോബി ട്രോൺപുറത്തുനിന്ന് സീരിയസ് മോഹം. അപ്പം ഇവിടെ അഗ്നി കാവടിക്കുള്ള അഗ്നി കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്, കണ്ണിനെ കത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകുന്നത് ചെല്ലമംഗലം അമ്പലത്തിൽ പോകുന്ന അവിടെ നിന്നാണ് വെയിൽ കുത്തിട്ട് ഇങ്ങോട്ട് താലപ്പുരയായിട്ട് വരുന്നത്. ഇവിടെ ആരുടെ മറ്റേ ഇതുണ്ട്, ഇൻസ്റ്റ 360 ഇടാനൊക്കെ ഷൂട്ട് ചെയ്തത്. ഇത് ആരൊക്കെ എന്തോ ഒന്ന് നീലക്കില്ല ഇൻസ്റ്റ 360 കുറേ നേരമാണ് ഇൻസ്റ്റ 360 ഒക്കെ വെച്ച് വൺ ഷൂട്ട് ഇവിടെ എന്ത് പരിപാടി എന്തോ. അപ്പോൾ മുതലാളി അവരെല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മളപ്പോൾ ഇവിടെ ഈ അഗ്നി കത്തണതിൻ്റെ ഒരു ഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം നമുക്കിനി അങ്ങോട്ട് പോകാൻ. സമ്മതിക്കില്ല, ഫുൾ DJ പാട്ടാണ് ഇവിടെ, ഹരോഹര പാട്ടിൻ്റെ ബഹളം, ഒരു രക്ഷയില്ല അല്ലടാ. നമുക്കിനി അങ്ങോട്ട് പോകാം അല്ലേ? ഓക്കെ, അഗ്നി കത്തി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. അത്ര മുതലാളി അങ്ങനെ വെയിൽ കുത്താൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരവൻ്റെ കവറുന്നത് നെറ്റിയിൽ ചന്ദനമൊക്കെ തൊട്ട് എല്ലാം റെഡിയാക്കി മുണ്ടക്കൂട് സെറ്റായി നിൽപ്പുണ്ട്. ഇനി ഏതാനും നിമിഷത്തിന് ശേഷം ഇങ്ങനെ കുത്തിയിട്ട് സെറ്റാക്കുന്നതാണ്. അതിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നേരത്തെ ആര്യ കത്തിച്ച് അമ്പലത്തിലേക്ക് പോകും. നമ്മൾ ചെല്ലമംഗലം അമ്പലത്തിൽ വന്നതിന് ശേഷം വേല് കുത്തുന്ന മുമ്പായിട്ട് തൊഴിലും കാര്യമൊക്കെയാണ്. അതിനുശേഷം വേല് കുത്താൻ വേണ്ടിയിട്ടുണ്ട്. മെയിൻ സ്വാമിയാണ് ആ വേല് കുത്തുന്നത്. വേല് കുത്തി എല്ലാവർക്കും വേല് കുത്തിയതിന് ശേഷം ഇവിടുന്ന് താലപ്പനയായിട്ടാണ് നമ്മൾ നേരത്തെ അഗ്നി കത്തിച്ച അമ്പലമില്ലേ ആ അമ്പലത്തിലേക്ക് പോയിട്ടാണ് പിന്നീട് അവർ ആഴിയിറങ്ങുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് ഇവിടുന്ന് ചെല്ലമംഗലം അമ്പലത്തിൽ നിന്ന് വേല് കുത്തുന്നു, ഇവിടുന്ന് താലപ്പനി നേരെ ഇറങ്ങുന്നു, എല്ലാവരും കൊണ്ട് ചേർന്ന് കൂടി ഇതായിക്കൊണ്ട് നേരെ അവിടെ പോയി ആഴിയിറങ്ങുന്ന പരിപാടിയൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്. താലപ്പിൽ വന്നതിന് ശേഷം അങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ കൂടെ നിന്ന് ഇറങ്ങിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇനിയിപ്പോൾ തുടരെ ആ കത്തി നിൽക്കുന്ന ആഴിലേക്ക് ഇറങ്ങി തുടങ്ങുന്ന ചടങ്ങുകളാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോഴാണ് കറക്റ്റ് അഗ്നിക്കാവടി ആവുന്നത്. ഈ ഒരു മൊമെൻറ്റോടുകൂടിയാണ് അഗ്നിക്കാവടി തുറക്കാവുന്നത്. അങ്ങനെ കാവടി സംഭവം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. അഗ്നി മാത്രമായിട്ട് അല്ലടാ. നല്ല നമ്മുടെ കാലൊക്കെ നല്ല സുഖമുണ്ടല്ലേ, നല്ല കാലൊക്കെ നല്ല സുഖമുണ്ട്. എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഓഫീസിൽ വന്ന് അയ്യോ ഭയങ്കര ടയർഡായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം, അവിടെ ഇരുന്ന് വീഡിയോ എടുപ്പും അതൊക്കെ ഇരുന്ന്. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു, അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. പൊളിയായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവസാനം വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച്, കഞ്ഞിയും പയറും പപ്പടം അച്ചാറൊക്കെ കൂട്ടി കഴിച്ച് നല്ല സുഖം. എവിടെയും കിടന്നാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പം ഇനി നാളെ രാവിലെ കാണാം. ഓക്കെ ബൈ. ഇന്നലെ ഞാൻ പറഞ്ഞു രാവിലെ വൈൻഡപ്പ് എടുക്കാൻ, രാവിലെ കാണാതൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടില്ലേ. രാവിലെ എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. നല്ല കിടന്നുറങ്ങിപ്പോയി. നമ്മൾ ഉച്ചയ്ക്ക് എപ്പോഴും എണീറ്റ്, പിന്നെ ഉച്ചയ്ക്ക് എപ്പോഴും എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തിരിച്ച് പോകാനുള്ള ട്രെയിനുള്ള സമയമായി. അപ്പോൾ അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോഴത്തേക്ക് അയ്യോ വൈൻഡപ്പ് എടുത്തില്ലല്ലോ എന്ന് ഓർത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററലി ഭയങ്കര ടയർഡായിട്ട് നമ്മൾ കിടന്നുറങ്ങിപ്പോയി. ഇന്നലെ ഞാൻ പറഞ്ഞില്ല കാലൊന്നും വയ്യ, അനക്കാൻ വയ്യ, തിരിക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ യാതൊരു സീനുമില്ല, ഒന്നുമില്ല. നോർമലി പെർഫെക്റ്റായിരുന്നു നമ്മൾ. അതാണ് അതിൽ യാതൊരു ക്ഷീണമില്ല, ഒരു സംഭവമില്ലായിരുന്നു. പെർഫെക്റ്റായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നേരെ റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇതേപോലെ നമ്മൾ വീട്ടിലോട്ട് പോയാണ്. ഇനി പോയിട്ട് പിന്നെ ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരുന്നുണ്ട് അടുത്ത ദിവസം. അതൊക്കെ എന്താണെന്നുള്ളത് വഴിയ വ്ലോഗിൽ കണ്ടേക്കണം. അപ്പം ഇത്രയൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞു വീഡിയോ. പലതും വോയിസ് ഓവറാണ്, ബിക്കോസ് അവിടെ പാട്ടും ചെണ്ടോട്ടും ബഹളക്കാരും ഒന്നും ഇതാക്കാൻ പറ്റൂല. മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.